ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചനാണ്. എൻ്റെ വീടിനടുത്ത് വെളിയനാട് സെന്റ് സ്റ്റീഫൻ ചർച്ച് നാളെ പെരുന്നാളാണ്. അതിന്റെ തലേദിവസം നടക്കുന്ന റാസയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അനുധാവനം വഹിക്കുന്നവരായി സ്വർഗീയ ഊർശലേമിലേക്കുള്ളതായ യാത്രയോട് അനുധാവനം ചെയ്തുകൊണ്ട് വേണം ഈ റാസയിൽ മുമ്പോട്ട് പോകുവാൻ എന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റാസ മുമ്പോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ആരെയും നിയന്ത്രിക്കേണ്ടതായ കാര്യങ്ങളില്ല. നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് ഈ റാസ ഏറെ ഡിസിപ്ലിനായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതായ കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പള്ളിയുടെ ഉപകരണങ്ങളായിട്ടുള്ളതായ കൊടകള്, കൊടികള്, അതോടൊപ്പം തന്നെ വെള്ളിക്കുരിശുകള് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും എടുക്കുവാൻ സാധിക്കുന്നവരെ തീർച്ചയായിട്ടും എടുക്കണമെന്തെങ്കിലും അത് ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. രാസം മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ക്രമീകരണത്തെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ മരക്കുരിശ്, അതോടൊപ്പം തന്നെ കൊടികൾ ഏന്തിയതായ കുഞ്ഞുങ്ങൾ, പിന്നെ കൊടകൾ ഏന്തിയതായ പുരുഷന്മാരും സ്ത്രീകളും റോഡിന്റെ രണ്ട് വശങ്ങളിലായി ഒറ്റ ലൈനായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് സൈഡുകളിലായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നടുക്കൂടെ വാഹനങ്ങൾ പോകുവാനായിട്ട് പ്രത്യേകം സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കുടകളും കൊടികളും കൈകളിൽ ഏന്താത്തതായ ആളുകൾക്ക് ഇവിടെ റാസിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം മെഴുകുതിരികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ മെഴുകുതിരി കത്തിച്ചതായ മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട് പോകുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് റാസ പടിഞ്ഞാറ കുരിശിങ്കിൽ നിന്നാണ് നമുക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നത്. അതിന് സാധ്യമായി തീർന്നത് കൊച്ചുചിറ എബ്രഹാം ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടതായ എബ്രഹാം അപ്പച്ചന്റെ ആ ദീർഘവീക്ഷണം കൊണ്ട് അദ്ദേഹം നമുക്ക് നൽകിയതായ ഈ സ്ഥലത്താണ് ഇന്ന് ഈ കുരിശ് ഇവിടെ നിലനിൽക്കുന്നത്. ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇത് നമുക്ക് ഈ ദേവാലയത്തിൽ നൽകിയതായ കൊച്ചുചിറ എബ്രഹാം അപ്പച്ചൻ ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ആ എബ്രഹാം അപ്പച്ചനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവിക അനുഗ്രഹങ്ങൾ ആ തലമുറയ്ക്കും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇപ്പോൾ റാസയ്ക്ക് ആവശ്യമായ രീതിയിൽ രണ്ട് ലൈനുകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് നിൽക്കണം. ഇപ്പോൾ ധൂപപ്രാർത്ഥനയോടുകൂടെ റാസ ഇപ്പോൾ ആരംഭിക്കും എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ക്രിസ്തീയ അന്ത്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, എല്ലാ പുരോഹിതന്മാരും വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയില് പ്രകാരമുണ്ട്, കർത്താവ് നല്ലൊരു അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ എന്ന്. അപ്പോൾ ഈ ലൗകികതയെ വെടിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന് വേണ്ടി മരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ്, അവിടെയാണ് സ്തെഫാനോസ് തന്റെ അവസാന നിമിഷത്തിൽ
കണ്ട ആ വലിയ ദർശനം കാണുവാൻ നമുക്ക് സാധിക്കും. എന്താണ് ആ ദർശനം എന്ന് പറയുന്നത്? തന്റെ മരണസമയത്ത് തനിക്ക് വേണ്ടി സ്വർഗം തുറന്നിട്ടിരിക്കുന്ന ഒരു ദൈവം തമ്പുരാനെ, ഒരേ തമ്പുരാനെയാണ് സ്റ്റെഫാനോസിന് കാണുവാനായിട്ട് സാധിച്ചത്. തന്റെ മരണസമയത്ത് തനിക്ക് വേണ്ടി, തന്റെ ദർശനത്തിന് വേണ്ടി സ്വർഗം വരെ തുറന്നിട്ടിരിക്കുന്ന മശിഹ കർത്താവിനെ സ്റ്റെഫാനോസിന് കാണുവാനായിട്ട് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മരണസമയത്ത് സ്വർഗീയ ദർശനത്തിന്റെ അനുഭവം ഉണ്ടാകുവാനൊക്കെ വന്ന് ഈ പെരുന്നാൾ നമുക്ക് ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഹോദരയോട് ചേർന്ന് ഈ പെരുന്നാളും കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൈലി നമുക്ക് മാതൃകയോടെ കാണുവാൻ തക്കവണ്ണം, ലോകത്തെ ത്യജിക്കുവാൻ തക്കവണ്ണം, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ വചനത്തിൽ, കർത്താവിൽ ജനിച്ച, കർത്താവിൽ ജീവിച്ച, ക്രിസ്തുവിൽ മരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യത ലഭിക്കുമ്പോൾ നമുക്ക് മരിക്കുന്ന സമയത്ത് ആ മരണക്കുലതയിൽ സ്വർഗത്തെ കണ്ടെത്തുവാനാണ് സാധിക്കും. നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കും. ശുദ്ധതായുടെ ജീവിതത്തിൽ മാത്രമല്ല, ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതത്തിൽ മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വിശ്വാസികളുടെ മരണസമയത്തും സ്വർഗം തുറക്കുന്ന ദർശനത്തോടുകൂടി മരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. അതാണ് ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഈ സഹത കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നത് മാത്രമല്ല, മശിഹ കർത്താവ്, യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. നാം വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ചൊല്ലുന്നുണ്ട്. നാം എല്ലാവരുടെയും ബോധങ്ങളും മനസ്സുകളും ഹൃദയങ്ങളും വിചാരങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതകളിലായിരിക്കണമെന്ന് എന്നെ ഏറെ ചിന്തിച്ച ഒരു സെന്റൻസ് ആണത്, ചിന്തിപ്പിച്ച സെന്റൻസ് ആണ്. ഇരിക്കുന്ന മശിഹ തമ്പുരാൻ സ്റ്റെഫാനോസിന്റെ മരണസമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് സ്റ്റെഫാനോസ് കാണുകയാണ്. യേശുവിന് അവിടെ ഇരിക്കുവാനായിട്ട് സാധിച്ചില്ല. സിംഹാസന പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന യേശു സ്റ്റെഫാനോസിന്റെ മരണസമയത്ത് എന്ത് ചെയ്തു? അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് ഉള്ള ദർശനമാണ് സ്റ്റെഫാനോസ് കാണുവാനായിട്ട് സാധിച്ചത്. എന്തുകൊണ്ടാണ് യേശു എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചാൽ, തന്റെ പ്രിയന്റെ മരണം ഏറെ വിലപ്പെട്ടതാണ്. തന്റെ പ്രിയന്റെ മരണം യേശു കർത്താവിന് ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സുറിയാനി സഭ ജനനത്തെക്കാട്ടിലും അധികം പ്രാധാന്യം മരണത്തിന് കൊടുക്കുന്നത്. ഓരോ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മയാണ് സുറിയാനി സഭ കൊണ്ടാടുന്നത്. ജനനമല്ല കൊണ്ടാടുന്നത്, പെരുന്നാൾ ആഘോഷിക്കുന്ന ജനനദിവസത്തിലല്ല, അവിടെ ദുഃഖദാനം ഓർമ്മ ദിവസത്തിലാണ്, മരണ ദിവസത്തിലാണ്. മരണത്തിനാണ് ഏറ്റവും അധികം സുറിയാനി സഭ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.